Assalamu alaikum wa rahmatullahi wa barakatuhu. How are you all, my dear students? So let us continue with refraction of light, chapter number 5. Starting with the dua, Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu Rabbi zidni ilma. So in the last class we stopped at the point where we found out that sin I by sin r is a constant. Sin I by sin r is a constant. Sin I by sin r. When I increases, r also increases. That we found out. And the ratio of sin I and sin r became a constant. This constant is called refractive index. It is denoted by the term n. Refractive index is denoted by the term n. There are some facts you must know about refraction. We will learn that facts in laws of refraction. Okay, let us write down the laws of refraction. The first law of refraction says that the angle of incidence, the angle of refraction, and the normal at the point of separation of the two media all lie in the same plane. The angle of incidence, the angle of refraction, and the normal at the point of incidence on the surface of separation of the two media will always be on the same plane. ഇതൊരു media എന്ന് വിചാരിച്ചോ. If this is a glass media and this is the air media and an angle of incidence is present, this is the normal. Angle of incidence I, angle of refraction r. Okay, this point is called the point of incidence. The point is called the point of incidence. Angle of incidence, incident ray, refracted ray, and the normal all lie in the same plane. Second law, the ratio of the angle of incidence, that the ratio of sine of angle of incidence to sine of angle of refraction will always be a constant. Will always be a constant. This is known as Snell's law. Snell's law എന്താ പറയുന്നത്? Ratio of sine of angle of incidence to the sine of angle of refraction is always a constant. This is called Snell's law. അപ്പോൾ Snell's law ചോദിച്ചാൽ എഴുതാൻ അറിയാലോ. Sine of angle of incidence divided by sine of angle of refraction is equal to a constant. ആ കോൺസ്റ്റൻറ്റിനെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n എന്ന്. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സ്പീഡ് ഓഫ് ലൈറ്റും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയ ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനി 5.3 ടേബിളിൽ നമ്മൾ കണ്ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം എയർ ടു ഗ്ലാസ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സൈൻ ഐ ബൈ സൈൻ ആർ ആണ്. അപ്പോൾ ടേബിൾ 5.3 നിങ്ങൾ എന്താ കണ്ടത്? 1.5 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് കിട്ടിയത്. സോ 1.5 ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ. ഇറ്റ് ഹാവ് ഒരു സ്പീഡുമായിട്ട് ബന്ധപ്പെടുത്തി. ഡസ് ഇറ്റ് ഹാവ് എനി റിലേഷൻ ബിയറിംഗ് ഓൺ ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ടു ബി ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്. അപ്പോൾ നമുക്ക് സ്പീഡും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ആഫ്റ്റർ റൈറ്റിംഗ് സ്നെൽസ് ലോ, റൈറ്റ് ദ ഹെഡിങ് refractive index and speed of light.
സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ എത്രയാണ്? ത്രീ ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് എത്രയാണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് 2 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പം 10⁸ ക്യാൻസൽ ആയിപ്പോയി, 3/2 എന്ന് വന്നു. എന്ന് വെച്ചാൽ എന്താണ്? 1.5 ആണ്. അപ്പോൾ 1.5 അല്ലേ നമുക്ക് അവിടെ കിട്ടിയിരുന്ന sin i by sin r വാല്യൂ ആണ്. ടേബിളിൽ വി സോ ദാറ്റ് ദ റേഷ്യോ ഓഫ് sin i by sin r വാസ് എ കോൺസ്റ്റൻറ്റ്. ഇറ്റ് വാസ് 1.5 ഫോർ ഗ്ലാസ്. എയറും ഗ്ലാസും തമ്മിൽ കണക്ഷനിൽ 1.5 ആണ് വന്നതല്ലേ. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ചെയ്തപ്പോൾ എന്താ കിട്ടി? 1.5 കിട്ടി. സോ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് സ്പീഡ് ഓഫ് ലൈറ്റ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു 1. ഇവിടെ ഗ്ലാസ് എന്ന് പറയുന്നത് 2 എന്ന് പറയുന്ന മീഡിയവും എയർ എന്ന് പറയുന്നത് 1 മീഡിയവും ആണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 2 വിത്ത് റെസ്പെക്ട് ടു 1 ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ 1 ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ 2. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു 1 എഴുതിയെടുത്തോ. ഇതെന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു 1 എന്നാണ്. വിത്ത് റെസ്പെക്ട് ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഫസ്റ്റ് മീഡിയം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ സെക്കൻഡ് മീഡിയം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഫസ്റ്റ് മീഡിയം അല്ലേ മേളിൽ നമ്മൾ എഴുതിയത് 3 ഇൻറ്റു 10⁸. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ സെക്കൻഡ് മീഡിയം എന്താണ്? ഗ്ലാസിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ്, അത് 2 ഇൻറ്റു 10⁸ ആണ്. അപ്പോൾ അത് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടി? 1.5 കിട്ടി. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് വെലോസിറ്റി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഫസ്റ്റ് മീഡിയം ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ സെക്കൻഡ് മീഡിയം. അപ്പം n21 എന്ന് എഴുതണം. n21. ഹൗ ടു റീഡ് ഇറ്റ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് ഈസ് v1 ബൈ v2. ആദ്യം 1 എഴുതണം, പിന്നെ 2 എഴുതാവും. മേളിൽ 1, ആദ്യം 1, പിന്നെ താഴെയാണ് 2 എഴുതേണ്ടത്. ഓക്കെ. സോ n21 ഈസ് ഈക്വൽ ടു v1 ബൈ v2. n12 ഈസ് ഈക്വൽ ടു n12. ഇതിന് തിരിച്ചെഴുതാലോ. n12 എഴുതിക്കേ. n12 ഈസ് ഈക്വൽ ടു v2 ബൈ v1. v2 എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ സെക്കൻഡ് മീഡിയം ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഫസ്റ്റ് മീഡിയം അല്ലേ. ഏറ്റവും റൈറ്റ് സൈഡിൽ കിടക്കുന്നതാണ് മേളിൽ എഴുതേണ്ടത്. റൈറ്റ് സൈഡിൽ കിടക്കുന്ന നമ്പർ മേളിൽ എഴുതണം. ഓക്കെ. The refractive index of one medium with respect to another medium is called a relative refractive index. Relative refractive index. The refractive index of one medium with respect to another is called a relative refractive index. Relative refractive index is the refractive index of one medium with respect to another. The refractive index of the medium with respect to vacuum is called absolute refractive index. Absolute refractive index എന്ന് പറഞ്ഞാൽ refractive index of a medium with respect to വാക്യൂം അല്ലെങ്കിൽ എയർ. ഇവിടെ ഞാൻ എഴുതിയത് വിത്ത് റെസ്പെക്ട് ടു എന്ന് പറയുന്നതിന് ശേഷം എയർ എഴുതി. അപ്പം മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിത്ത് റെസ്പെക്ട് ടു എയർ, ഇതിനെയാണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. മീഡിയത്തിൻ്റെ ഗ്ലാസോ വാട്ടറോ
അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിത്ത് റെസ്പെക്റ്റ് ടു എയർ പറഞ്ഞാൽ അതിനെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. വേറെ ഡിഫറെൻറ്റ് മീഡിയാസ്, എയറിനെ വാക്യൂമിലും എയറിലും ഏതാണ്ട് ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അതല്ലെങ്കിൽ നമുക്ക് വാക്യൂം എന്ന് പറയാം, എയർ എന്ന് വേണമെങ്കിലും പറയാം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ആൻഡ് എയർ ഈസ് ഓൾമോസ്റ്റ് സെയിം, വ്യത്യാസമൊന്നുമില്ല. അപ്പം സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എനി മീഡിയം വിത്ത് റെസ്പെക്റ്റ് ടു വാക്യൂം ഈസ് കോൾഡ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ എത്രയാ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഈസ് ഈക്വൽ ടു c ആണോ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഈസ് ഈക്വൽ ടു c ആണോ? ഓക്കെ. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എനി മീഡിയം ഈസ് ഡിനോട്ടഡ് ആസ് v അല്ലേ? അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം എന്ന് പറഞ്ഞാൽ c/v എന്ന് പറയും അല്ലേ? c/v എന്ന് പറയും. പിന്നെ ഇതിനല്ലേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ c/v ചെയ്താൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. Absolute refractive index is normally known as refractive index and is represented by nm. Okay, nm എന്ന് പറഞ്ഞാൽ absolute റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഈ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഏതൊരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും വിത്ത് റെസ്പെക്റ്റ് ടു എയർ കണ്ടുപിടിക്കലാണ്. വിത്ത് റെസ്പെക്റ്റ് ടു എയർ, അതായത് c/v എന്ന് പറഞ്ഞാൽ എനി മീഡിയത്തിലാവട്ടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാം. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണത് നോർമലി എന്ന് വിളിക്കുന്നത്. നമുക്ക് ജനറലി അതിനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ചോദിച്ചാൽ എന്ത് പറയും? c ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്. 3 × 10⁸ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്. അത് ചെയ്താൽ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. അത് നമുക്ക് 1.5 ആണെന്ന് കിട്ടിയില്ലേ? അപ്പോൾ 1.5 ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. ഓക്കെ. ഇനി നമുക്ക് ബേസ്ഡ് ഓൺ ദ ഡീറ്റെയിൽസ് ഗിവൻ ഇൻ ദ ഫിഗർ ഫൈൻഡ് ഔട്ട് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഗിവൻ പെയർ മീഡിയ. അത് നമുക്ക് ചെയ്തു നോക്കാം. n of any medium is equal to c/v. ഇതാണ് നമുക്ക് തന്നേക്കുന്നത്. ഓക്കെ. ഇപ്പം ഗ്ലാസ്സിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് 3 × 10⁸ ഡിവൈഡഡ് ബൈ 2 × 10⁸, 3/2, 1.5. ഇറ്റ് ഈസ് എ ഡൈമെൻഷൻലെസ് ക്വാണ്ടിറ്റി. ഡൈമെൻഷൻ ഉണ്ടോ? യൂണിറ്റ് വല്ലതും ഉണ്ടോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്? ഇല്ല. കാരണം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഈസ് ഓഫ് ദ സെയിം യൂണിറ്റ്, സോ ഇറ്റ് ക്യാൻസൽസ് ഔട്ട്. സോ ദർ ഇസ് നോ ഡൈമെൻഷൻ ഓർ നോ യൂണിറ്റ് ഫോർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സോ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് 1.5. വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ വീണ്ടും 3 × 10⁸ ലൈറ്റിൻ്റെ വെലോസിറ്റി സ്പീഡ് ഡിവൈഡഡ് ബൈ 2.25 × 10⁸ ആണ് വാട്ടറിൻ്റെ സ്പീഡ്. അപ്പം 3/2.25 ചെയ്താൽ 1.33 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിൽ ബി ഒബ്റ്റെയിൻഡ് for water. Then comes diamond. Diamondന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 3 × 10⁸ ഡിവൈഡഡ് ബൈ 1.25 × 10⁸. അതായത് 3/2.25 അല്ല സോറി 1.25 is equal to 2.4. ഓക്കെ. അപ്പം നമുക്ക് ഗ്ലാസിൻ്റെയും വാട്ടറിൻ്റെയും ഡയമണ്ടിൻ്റെയൊക്കെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾക്ക് തന്നേക്കുന്ന ടേബിളിൽ വെച്ച് തന്നെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഈസ് 4/3 and water is 3/2. Refractive index of glass and water are given in table 5.6b. നമ്മുടെ 5.6b ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 4/3 വാട്ടറിൻ്റെത് 3/2 ആണ്.
If the speed of light in water is 2.25 into 10 raised to 8 meter per second, calculate the speed of light in vacuum. Speed of light in water തന്നിട്ടുണ്ട് 2.25 into 10 raised to 18 meter per second. Calculate the speed of light in vacuum. Speed of light in vacuum എന്താണ്? C എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇപ്പം നമുക്കറിയാം speed of light n is equal to C by V. C is equal to n into V. n എത്രയെന്ന് തന്നിട്ടുണ്ട്? ടേബിളിൽ തന്നേക്കുന്ന 2.25 into 10 raised to 8 into 4 by 3 എത്രയാണത്? 3 into 10 raised to 8 കിട്ടും. ടേബിളിൽ തന്നേക്കുന്ന ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 4/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ n ഓഫ് മീഡിയം ഈസ് 4/3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടുന്നത്? 3 into 10 raised to 8 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 4/3 ആണെന്ന് ടേബിളിൽ തന്നു. സോ നമ്മൾ ആ n വെച്ചിട്ട് C/V കാൽക്കുലേറ്റ് ചെയ്തു. അപ്പം n into V, n 4/3 എന്ന ടേബിളിൽ തന്നിട്ടുണ്ട്. V 2.25 into 10 raised to 8 ആണ്. വാട്ടറിലുള്ള സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് നമുക്കറിയാം. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്തു. ഇനി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്, ഇതിപ്പോൾ വാട്ടറിൻ്റെ ആണ് എഴുതിയിരിക്കുന്നത്. ഇനി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് കണ്ടുപിടിക്കണം. അതിന് V കണ്ടുപിടിക്കണം. V in G 3 into 10 raised to 8 divided by 3/2. 2 into 10 raised to 8 meter per second എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, 3 into 10 raised to 8 divided by 3/2 ചെയ്താൽ മതി. സോ വി ഗെറ്റ് 2 into 10 raised to 8 meter per second. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ ഐഡിയ, before I had told you that put a pencil in the glass, alle glass filled with water. You see that the pencil is a little bent inside the water. Why do we observe that? We observe that the pencil is bending because of the light rays are bending, and so we assume that the pencil inside the water is shifting to another position. അല്ലേ? റിഫ്രാക്ഷൻ കാരണമാണ് നമുക്കത് പെൻസിൽ ബ്രേക്ക് ചെയ്തതായിട്ടോ ബെൻഡ് ചെയ്തതായിട്ടോ നമുക്ക് തോന്നുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ആക്ടിവിറ്റി 1. ദ ലൈറ്റ് റേസ് ഫ്രം ദ പെൻസിൽ അണ്ടർഗോ ഡീവിയേഷൻ അറ്റ് ദ സർഫസ് ഓഫ് വാട്ടർ. അതുകൊണ്ടാണ് റിഫ്രാക്ഷൻ, അതുകൊണ്ടാണ് പെൻസിൽ ബെൻഡായിട്ട് തോന്നുന്നത്. ഓക്കെ, അറ്റ് ദ സർഫസ് ഓഫ് വാട്ടർ ലൈറ്റ് റേസ് ഡീവിയേറ്റ് ഫ്രം ദ ഒറിജിനൽ പാത്ത്. ഇനി നമുക്ക് ഒരു കോയിനിൻ്റെ കേസ് നമ്മൾ പറഞ്ഞില്ലേ, അതും നമ്മൾക്ക് ഇവിടെ ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഒരു കോയിൻ നമ്മൾ ആക്ടിവിറ്റി എടുക്കുന്നത് ആക്ടിവിറ്റി 2. ഒരു ഒപ്പേക്ക് വെസൽ എടുക്കുക, ട്രാൻസ്പാരൻ്റ് അല്ല, ഒരു ഒപ്പേക്ക് വെസൽ എടുക്കുക. യു പ്ലേസ് എ കോയിൻ ഇൻസൈഡ് ദാറ്റ് ആൻഡ് കീപ്പ് ഇറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് യു കനോട്ട് സീ ദ കോയിൻ. ഓക്കെ, എന്നിട്ട് pour some water inside it. അപ്പോൾ വെൻ യു pour some water you can see the coin eventually. അതായത് കോയിൻ ആദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ ഐസിന് കാണാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ആ ഒപ്പേക്ക് വെസൽ വെച്ചു. പക്ഷെ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് പതിയെ കോയിൻ കാണാൻ പറ്റും. ഹൗ ഡസ് ദാറ്റ് ഹാപ്പൻ? അതായത് കോയിന് വെള്ളം ഒഴിക്കുമ്പോൾ കോയിൻ്റെ ഇമേജ് ഷിഫ്റ്റ് ചെയ്ത് വരും. വാട്ട് വി സീ ഈസ് ദ ഇമേജ് ഓഫ് ദ കോയിൻ, നോട്ട് ദ ആക്ച്വൽ കോയിൻ. മനസ്സിലായില്ലേ? നമ്മൾ കോയിൻ്റെ ഇമേജാണ് കാണുന്നത്. നമ്മൾ ആ ഇമേജിനെ തൊട്ടാൽ നമുക്ക് കോയിനെ പിടിക്കാൻ പറ്റില്ല. നമ്മൾ കോയിനെ ഒന്ന് ആ ഇമേജ് വെച്ചിട്ട് നമ്മളൊന്ന് പിടിക്കാൻ ശ്രമിച്ചു നോക്കിയേ, അത് കോയിനെ ആയിരിക്കത്തില്ല നമ്മൾ പിടിക്കുന്നത്, നമ്മൾ വെറുതെ വെള്ളത്തിലായിരിക്കും അതിനെ പിടിക്കുന്നത്. സോ കോയിൻ ടച്ച് ചെയ്യണമെങ്കിൽ ഇമേജിനെ ടച്ച് ചെയ്താൽ മതിയോ? ഇല്ല. വാട്ട് വി സീ ഈസ് ജസ്റ്റ് ദ ഇമേജ് ഓഫ് ദ കോയിൻ വെൻ വി പ്ലേസ് ദ ബൗൾ
ഓഫ് കോയിൻ ആൻഡ് വാട്ടർ അല്ലേ. അപ്പം കോയിൻ ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റിംഗ് അപ്വേർഡ്സ് പോലെ നമുക്ക് കാണിക്കും. അപ്പം അതിനെ ഒന്ന് വരച്ച് കാണിച്ചാൽ നമുക്ക് പറയാം. ഒരു ബൗൾ ഓഫ് വാട്ടർ എടുത്തു. ഇവിടെ ഒരു കോയിനുണ്ട്. ഇപ്പോൾ ഈ കോയിൻ്റെ ഇവിടെ വാട്ടറുണ്ട്. ഇപ്പോൾ കോയിൻ്റെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിൽ എത്തുന്നില്ല. അപ്പം കണ്ണ് നേരെയാണ് നോക്കുന്നത് അല്ലേ. കണ്ണ് നേരെയാണ് ലൈറ്റ് റേസ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കണ്ണിൽ നിന്ന് പാസ് ചെയ്യുന്ന ലൈറ്റ് റേസ് നമ്മുടെ കോയിനിൽ എത്തത്തില്ല. ഓക്കെ. അപ്പോൾ കണ്ണിൽ നിന്ന് പാസ് ചെയ്യുന്ന ലൈറ്റ് റേസ് കോയിനിൽ എത്തത്തില്ല. നമ്മൾ അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ മാറി എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ നിന്ന് നോക്കിയണം. ഇവിടെ നിന്ന് നോക്കിയാൽ മാത്രമേ കോയിനെ നമുക്ക് കാണാൻ പറ്റൂ, അല്ലെങ്കിൽ കോയിനെ നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ലൈറ്റ് റേസിനെ ഒന്ന് വരച്ച് നോക്കുക. കോയിനിൽ നിന്ന് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത് അല്ലേ. ഷിഫ്റ്റിംഗ് പൊസിഷൻ ഇവിടെ ആയിരിക്കും. അതായത് നമ്മളിപ്പം ഇവിടെ നിന്നോ ഒക്കെ നോക്കുവാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഞാൻ ഇവിടെ നിന്നാണ് നോക്കുന്നതെങ്കിൽ ലൈറ്റ് റേസ് ഇവിടെ പതിച്ചിട്ട് ഒന്ന് റിഫ്രാക്റ്റ് ചെയ്ത് ഇവിടെ എത്തും. ലൈറ്റ് റേസ് ഇവിടെ പതിച്ചിട്ട് ഒന്ന് റിഫ്രാക്റ്റ് ചെയ്ത് ഇവിടെ എത്തും. അപ്പം ലൈറ്റ് റേസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒറിജിനൽ പൊസിഷൻ ഇതാണ്, ഇത് ഷിഫ്റ്റഡ് പൊസിഷനാണ് കേട്ടോ. ഷിഫ്റ്റഡ് പൊസിഷൻ ഓഫ് കോയിൻ. ഒറിജിനൽ പൊസിഷനിൽ നിന്ന് കുറച്ച് ഷിഫ്റ്റ് ചെയ്താണ് നമുക്ക് കോയിനെ കാണുന്നത്. ബിക്കോസ് അവർ ഐസ് ക്യാൻ ഓൺലി സീ ദ ഇമേജ് ഓഫ് ദ കോയിൻ. അപ്പം റിഫ്രാക്റ്റ് ചെയ്ത് വരുമ്പം നമ്മുടെ കോയിനെ കാണുന്ന സ്ഥലം കുറച്ച് ഷിഫ്റ്റ് ചെയ്തായിരിക്കും കാണുന്നത്. ഒരു ഹൈറ്റ് ഡിഫറൻസ് കാണും ഒറിജിനൽ കോയിനും ഷിഫ്റ്റഡ് കോയിനും. ഓക്കെ. ഇഫ് യു ആർ സീയിങ് മീ ത്രൂ ദ ക്യാമറ ഓൾസോ യു ആർ നോട്ട് സീയിങ് മൈ ഒറിജിനൽ പൊസിഷൻ, യു ആർ സീയിങ് ദ ഇമേജ് ഓഫ് മൈ പൊസിഷൻ. ഓക്കെ. കുറച്ച് ഷിഫ്റ്റ് എന്തായാലും ക്യാമറ ലെൻസിലും റിഫ്രാക്ഷൻ ഉണ്ട്. സോ ഷിഫ്റ്റ് എന്തായാലും കാണിക്കും. സോ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് കുറച്ച് ഷിഫ്റ്റ് ചെയ്തേ എല്ലാം കാണിക്കൂ. ലെൻസിലായാലും നമ്മൾ മൈക്രോസ്കോപ്പിലായാലും നമ്മൾ റിഫ്രാക്റ്റീവ് ലെൻസ് എവിടെയൊക്കെ ഉപയോഗിക്കുന്നു അവിടെയൊക്കെ ഇത് സംഭവിക്കുന്നുണ്ട്. അതേപോലെ ഒരു ഗ്ലാസ് ലാബ് എടുക്കുന്നു. ഗ്ലാസ് ലാബിൽ ഡ്രോ എ തിക്ക് ലൈൻ ഓൺ എ പേപ്പർ യൂസിങ് എ പെൻ. ഒരു പെൻ വെച്ചിട്ട് ഒരു തിക്ക് ലൈൻ വരയ്ക്കുക. പ്ലേസ് എ ഗ്ലാസ് ഓവർ ഇറ്റ് ആൻഡ് ഒബ്സർവ്. നമ്മൾ നേരെ ഒബ്സർവ് ചെയ്യണം, അതിന് നേരെ വെച്ചിട്ട് ഒബ്സർവ് ചെയ്യണം, അതിൻ്റെ മുകളിൽ നിന്ന് ഒബ്സർവ് ചെയ്യണം. ഓക്കെ. ആംഗിൾ ഡിഫറൻസ് വെച്ചിട്ട് ഓരോന്ന് ഒബ്സർവ് ചെയ്യുമ്പം എങ്ങനെയാണ് തിക്ക് ലൈൻ കാണുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ്ലി ലുക്ക് ഫ്രം ദ സൈഡ് പ്ലേസിങ് ദ ഗ്ലാസ് ലാബ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ. ഗ്ലാസ് ലാബിനെ ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് വെച്ച് നോക്കുക. 5.8 ഫിഗർ ഉണ്ടല്ലോ, അതിൽ നിന്ന് നേരെ നമ്മൾ കുട്ടി നേരെ നോക്കുകയാണ്. ആ നേരെ നോക്കുന്ന സമയത്ത് 5.8 ഫിഗർ ഉണ്ടല്ലോ, ആ പിക്ചർ 111 പേജിലെ ലാസ്റ്റ് പിക്ചർ, അത് വെച്ചിട്ട് കുട്ടി നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മളുടെ ഗ്ലാസ് ലാബ് റൈസിങ് ലൈൻ റൈസിങ് ആയിട്ട് കാണിക്കും. ലുക്ക് ഫ്രം വൺ സൈഡ്, ആ ഗ്ലാസ് ലാബിലോട്ട് ആ വര റൈസ് ചെയ്യുന്നതായിട്ട് കാണിക്കും. ഇനി 5.8 വെച്ച് നോക്കുവാണ്. ഗ്ലാസ് ലാബിൽ നിന്ന് ഒബ്ലീക്കായിട്ട് കുട്ടി നോക്കുകയാണ്. അടുത്ത പേജിൽ 5.8 അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും സർഫസ് ഓഫ് ദ ഗ്ലാസ് സ്ലാബിൽ ആ ലൈൻ റൈസ് ചെയ്യുന്നു. സർഫസ് ഓഫ് ദ ഗ്ലാസ് സ്ലാബിലോട്ട് ആ ലൈൻ റൈസ് ചെയ്യുന്നു. ലുക്ക് ഫ്രം വൺ സൈഡ് ഫ്രം വെർട്ടിക്കലി അബവ് ദ ഗ്ലാസ്. അപ്പം തൊട്ട് മേളിൽ നിന്ന് ഗ്ലാസ് ലാബ് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നേരെ മേളിൽ നിന്ന് നോക്കിയാൽ എന്ത് സംഭവിക്കും, ബിലോ ദ ഗ്ലാസ് ലാബാണ് കറക്റ്റ് പൊസിഷൻ. ബിലോ ദ ഗ്ലാസ് ലാബിലാണ് നമ്മുടെ വര ഇരിക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ നിൽക്കിയാൽ റൈസിങ് ഓൺ ദ ഗ്ലാസ് ലാബ്, ചരിച്ച് വെച്ച് നോക്കിയാൽ സർഫസ് ഓഫ് ദ ഗ്ലാസ് ലാബിലാണെന്ന് തോന്നും, നേരെ നോക്കിയാൽ ബിലോ ദ ഗ്ലാസ് ലാബാണെന്ന് തോന്നും. അപ്പോൾ അതാണ് 3 ആക്ടിവിറ്റി 3യുടെ ആൻസേഴ്സ്. ഓക്കെ. സോ വി ആർ വൈൻഡിങ് അപ്പ് ടുഡേയ്സ് ക്ലാസ്. I hope you understood today's class. So I'm bidding goodbye. Assalamu alaikum warahmatullahi wabarakatuh.